ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ മനോരമ ന്യൂസിലെ അന്തരിച്ച വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി കൊടുത്ത ഒരു ഇന്റർവ്യൂ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഫേസ്ബുക്ക് കുറിപ്പായിട്ട് പറയാവുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പായിട്ട് പറയാവുന്ന കാര്യങ്ങളെ ആ ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. കാരണം കുറേ കാലങ്ങളായിട്ട് ബാലഭാസ്കറിനെ ചുറ്റിപ്പറ്റിയും ലക്ഷ്മിയെ ചുറ്റിപ്പറ്റിയും കുറേ അധികം വിവാദങ്ങൾ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ ആക്കം കൂടുന്നു എന്നുള്ളതല്ലാതെ കുറയുന്നില്ല. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെടുത്തിയും ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുത്തിയും ഭാര്യ ലക്ഷ്മിയായി ബന്ധപ്പെടുത്തിയൊക്കെ നിരവധി വാർത്തകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് ദിവസം മുൻപ് ബാലഭാസ്കറിന്റെ അമ്മ കൊടുത്ത ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ രണ്ടു കൂട്ടരും പറയുന്നത് വെച്ചിട്ട് നമുക്ക് ലക്ഷ്മിയുടെ മറുപടി എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്ക് ഉണ്ടാവും. കാരണം ഈ വാർത്ത ഫോളോ ചെയ്യുന്ന മിക്ക ആളുകൾക്കും ഉണ്ടാവും. അത് തന്നെയാണ് ലക്ഷ്മി ഇന്നലെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. തന്നെ സ്നേഹിക്കുന്ന ബാലഭാസ്കറെ സ്നേഹിക്കുന്ന കുറച്ചധികം ആളുകൾ എന്തുകൊണ്ട് ലക്ഷ്മി മൗനം പാലിക്കുന്നു, ലക്ഷ്മി ഒന്നും പറയുന്നില്ല എന്ന് ചോദിക്കുന്നതിനുള്ള മറുപടിയായിട്ട് അവർക്ക് എല്ലാവർക്കും ഓരോരുത്തരോടുമായിട്ട് വിളിച്ചു പറയാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒറ്റ ഒരു മറുപടിയായിട്ട് ഞാൻ ഈ ഇന്റർവ്യൂവിനെ കണക്കാക്കുന്നതെന്നാണ് ലക്ഷ്മി പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നിയത് ആ ഇന്റർവ്യൂവിന്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം നിസ്സാരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ലക്ഷ്മി പറയുന്നത്. വിവാദമായിട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള മറുപടിയും ലക്ഷ്മി പറയുന്നില്ല, അതൊട്ട് ചോദിക്കുന്നുമില്ല. ഇന്റർവ്യൂ പറയുന്നത് ചോദിക്കുന്നുമില്ല. നമ്മൾ പ്രതീക്ഷിച്ചത് അങ്ങനെയുള്ള വിവാദങ്ങൾക്കുള്ള മറുപടികൾ ഉണ്ടാവും എന്ന് തന്നെയാണ്. പക്ഷേ ലക്ഷ്മി ആ ഭാഗത്തേക്കൊന്നും ടച്ച് ചെയ്തില്ല എന്നുള്ളത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നി. അത് അവരെ സംബന്ധിക്കുന്ന കാര്യമായിരിക്കില്ല. അവരത് പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ നഷ്ടം എൻ്റെ ഭർത്താവും മകളും നഷ്ടപ്പെട്ടതാണ്. അതിനേക്കാൾ വലുതായിട്ട് എനിക്കൊന്നും വരാനില്ല, ഇനി ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവനും ജീവിതവുമായിരുന്ന ആളുകൾ പോയ ശേഷം ഞാൻ എന്തിന് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ പറയുന്നതിനൊക്കെ മറുപടി കൊടുക്കണം എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചത് വളരെയധികം ശരിയായിരിക്കും. കാരണം അവർ കടന്നുപോയിട്ടുള്ള മെന്റൽ ട്രോമ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. കാരണം ഓരോരുത്തരുടെയും അവസ്ഥ അവരവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷം എന്താണ്, ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന എന്താണെന്ന് അവർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പുറമേ നിന്ന് പറയുന്നവർക്ക് അതിന്റെ ആഴം എത്രയാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ കുറെ കാലമായിട്ട് നിലനിന്നിരുന്ന വിവാദങ്ങളും ബാലുവിന്റെ അച്ഛനും അമ്മയും ഉന്നയിക്കുന്ന ആരോപണങ്ങളും ഒക്കെ ലക്ഷ്മിയെ ബാധിക്കുമെന്നിരിക്കെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്ത സ്ഥിതിക്ക് അതിനുള്ള മറുപടി കൂടിയൊക്കെ പറയാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും CBIക്കും ക്രൈംബ്രാഞ്ചിനും ഒക്കെ കൊടുത്ത മൊഴി ആദ്യഘട്ടത്തിൽ തുടങ്ങി താൻ എന്ത് മൊഴിയാണോ കൊടുത്തത് അത് ജനങ്ങൾക്കും കൂടി അറിയുക എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു ലക്ഷ്മിക്കുന്നതാണ് തോന്നിയത്. കാരണം ഞാൻ ആദ്യഘട്ടം മുതൽ ഈ മൊഴിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് വയ്യാതിരുന്ന അവസ്ഥയിൽ പോലും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, മറ്റുള്ളവർ പറയുന്നതോ കേട്ടുകേൾവിയോ ഒക്കെ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല, ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അന്ന് മുതൽ ഇന്ന് വരെയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ പറഞ്ഞതും ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പാകെ പറയുന്നതും എന്നാണ് ലക്ഷ്മി പറഞ്ഞത്. ഒരു പക്ഷേ ലക്ഷ്മിയെ സംബന്ധിച്ച് അത് വളരെയധികം ശരിയായിരിക്കാം. പക്ഷേ ബാലഭാസ്കറുടെ കൂട്ടുകാരെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ ലക്ഷ്മിക്ക് പറയാൻ കഴിയുമായിരുന്നു. പ്രത്യേകിച്ച് തമ്പി എന്ന് പറയുന്ന ആള് ഫോണ് കൊണ്ടുപോയി, പേഴ്സും ഫോണും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു, പേഴ്സ് തിരികെ കൊണ്ടുതന്ന് ഫോൺ കൊണ്ടുപോയി എന്ന് പറയുന്നതിൽ തന്നെ ഒരു ദുരൂഹത. ഇന്നത്തെ കാലഘട്ടത്തില് ഫോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് തെളിവുകൾ ഉൾക്കൊള്ളുന്ന സാധനമാണ് ഫോൺ എന്ന് പറഞ്ഞാൽ, അല്ലേ? പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാവും. അപ്പൊ അത് വേറൊരു വ്യക്തിയുടെ കയ്യിൽ, ഭാര്യ വീട്ടുകാരോ അല്ലെങ്കിൽ അവനവന്റെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ അല്ലാതെ വേറൊരു സുഹൃത്തിന്റെ കയ്യിൽ അത് ഇരിക്കട്ടെ, ഞാൻ വെച്ചോട്ടെ എന്ന് ചോദിക്കുന്നിടത്ത് ഒരു അപാകത ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ത് ആവശ്യത്തിന് ആ ഫോൺ താൻ കൈവശം വെച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അതിലൊരു അപാകത തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ലക്ഷ്മിക്ക് അത് തെറ്റായിട്ട് തോന്നുന്നില്ല. അതാണ് അവരെ വർത്താനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവർ തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ആ ഫോണ് വെച്ചോട്ടെ എന്നായിരിക്കണം ചോദിച്ചത്. പിന്നീട് അത് പോലീസുകാർ കണ്ടെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫ്രണ്ട്സ് പലപ്പോഴായിട്ട് പിണങ്ങി പിരിഞ്ഞു പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരാണ്. പല ഘട്ടങ്ങളിലും സാമ്പത്തികമായിട്ട് ബാലഭാസ്കറിനെ ചൂഷണം ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ എന്നൊക്കെ ബാലഭാസ്കറിന്റെ അമ്മയും അച്ഛനും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ ബാലഭാസ്കറെ സ്നേഹിച്ചിരുന്ന ലക്ഷ്മിയെ സ്നേഹിച്ചിരുന്ന ബാലഭാസ്കറിന്റെ അമ്മാവൻ മരിച്ച സമയത്ത് പോലും ലക്ഷ്മി ഒന്നും ആ വീട്ടിലേക്ക് പോയില്ല എന്നുള്ള ആരോപണം പറയാം. അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല, അതിനെക്കുറിച്ചൊന്നും ലക്ഷ്മി സംസാരിക്കുന്നില്ല. ചോദിച്ചാൽ മാത്രമല്ലേ ഉത്തരം പറയേണ്ട ആവശ്യമുള്ളൂ. ഇത് വളരെ സില്ലി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. എന്താണ് അന്ന് സംഭവിച്ചത്, ലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളത്, അതിനെക്കുറിച്ച് മാത്രമാണ് ചോദിച്ചത്. പിന്നെ വീട്ടുകാരെ കുറിച്ചുള്ള പിണക്കത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പൊ പറയുന്നുണ്ട്, ഞാൻ എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിലാണ്, പക്ഷേ അമ്മയുമായിട്ട് മാത്രം ബന്ധം ഉണ്ടായിരുന്നില്ല, അന്നുമില്ല എന്നുമില്ല അമ്മയ്ക്ക്
ഈ കല്യാണത്തിനോട് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മയുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നില്ല. അച്ഛൻ വന്നു പോയിരുന്നു. പക്ഷെ ഇപ്പോൾ അച്ഛനുമായിട്ട് അകൽച്ച വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കൊടുത്ത ചില ഇന്റർവ്യൂകളിൽ കൊടുത്ത വാക്കുകളൊക്കെയാണ് അവരെ വേദനിപ്പിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹവുമായിട്ട് അകൽച്ച വന്നത് എന്നാണ് ലക്ഷ്മി പറഞ്ഞത്. അല്ലാതെ വേറെ ആരുമായിട്ടും തനിക്ക് പിണക്കമില്ല, താൻ ആ വീട്ടിൽ പോയി വന്നിരുന്നു എന്ന് പറയുന്ന ലക്ഷ്മി എന്തുകൊണ്ട് അത്രയും പ്രിയപ്പെട്ട അമ്മാവന്റെ മരണത്തിന് പോയില്ല? അതൊക്കെ തികച്ചും അവരുടെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കാം, അല്ലെന്നല്ല. പക്ഷേ കുറേ അധികം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് നിരന്തരം ഈ ന്യൂസ് ഫോളോ ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു മറുപടി ലക്ഷ്മിയുടെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ ഇന്റർവ്യൂവിന്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം തനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യം താൻ ഇന്ന രീതിയിലാണ് അന്നത്തെ ഇൻസിഡന്റ് കണ്ടത്, താൻ അറിഞ്ഞത്, അത് മാത്രം പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് കുറിപ്പായിട്ട് അവസാനിപ്പിക്കാമായിരുന്നു. തനിക്ക് ഈ പൊതുവായിട്ട് നടക്കുന്ന ചർച്ചകളിലോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്ന ആരോപണ പ്രത്യാരോപണങ്ങളോ ഒന്നും ഒരു പങ്കില്ലാലും മറുപടി പറയാനും താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് നെഗറ്റീവ് കമന്റുകളും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസും ഒക്കെ വരുന്നതിന് കാരണം അതാണ്. പക്ഷേ ആത്യന്തികമായിട്ട് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അവർക്ക് തന്നെയാണ്. 20 വർഷത്തെ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല. നമുക്കറിയാം, 20 വർഷം ഒരുമിച്ച് ജീവിച്ച് 18 വർഷം കഴിഞ്ഞൊരു മോളുണ്ടായി. ആ മോളെ ശരിക്ക് താലോലിച്ച് ഓമനിക്കാൻ കൂടി കഴിയാത്ത ഒരു അവസ്ഥ വന്നു ചേരുക എന്ന് പറഞ്ഞാൽ ഏതൊരു അമ്മയെ സംബന്ധിച്ചിട്ടും അത് ഒരു ദുരന്തം തന്നെയാണ്. അവർക്കാണെങ്കിലോ ഫിസിക്കലി വലിയ പ്രശ്നങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അവർക്ക് എന്തോ തലച്ചോറിന് എന്തോ ക്ഷതയേറ്റതോ ഒക്കെയാണ്. സർജറി കഴിഞ്ഞു ഇപ്പോഴും കാലിന് തീരെ വയ്യ, നടക്കാൻ കാലിനും കൈക്കും ഒക്കെ പരിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവർ ഫുൾ ഫിറ്റ് അല്ല. അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥയിലെ ലൈഫ് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയോട്, സുഹൃത്തും കൂടിയായിട്ടുള്ള ഒരു സ്ത്രീയോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾക്ക് ഒരു പരിമിതി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ തിരിച്ചറിയുന്ന ആളുകളായിരിക്കണം ഇവരെ ഇന്റർവ്യൂ ചെയ്യാൻ ക്ഷണിച്ചതും ഇന്റർവ്യൂ ചെയ്തതും ഒക്കെ. അങ്ങനെയാണ് ഇപ്പോൾ പുറത്ത് ചർച്ചയൊക്കെ നടക്കുന്നത്. അവരുടെ സുഹൃത്ത് തന്നെയാണ് ഇന്റർവ്യൂ ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അവരെ വേദനിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കേണ്ട എന്ന് ധരിച്ചതുമാവാം. നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന്. എന്നാൽ പൊതുജനങ്ങൾക്ക് അവർക്ക് എന്താ പറയാനുള്ളത്, അവർ മൗനമായിരിക്കുകയല്ല, അവർ എന്തുകൊണ്ട് അല്ലെങ്കിൽ മൗനമായിരിക്കുന്നു എന്നുള്ളത് ജനങ്ങളെ അറിയിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഇന്റർവ്യൂ ആയിരിക്കാം. അവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ശരിയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല. ജീവനായി സ്നേഹിച്ച ഭർത്താവും മകളും ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതിലുപരിയായിട്ട് അവർക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും അത് അവരെ ബാധിക്കുകയില്ല. അവരനുഭവിച്ചിടത്തോളം വേദന ഇനി ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ, ഇനി ആ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അത് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ വിവാദങ്ങൾക്കൊന്നും തല വെച്ചു കൊടുക്കാതെ ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഇനി എന്നെ അത് ബാധിക്കില്ല എന്ന തരത്തിലൊരു മുന്നോട്ട് പോകുന്നത് അത് തന്നെയായിരിക്കും. സ്വാഭാവികമായിട്ടും ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് പോലും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മൗനം പാലിക്കുകയാണ് നല്ലതെന്ന് അവർ ധരിച്ചിട്ടുണ്ടാവും. അത് തന്നെയായിരുന്നു ഈ ഇന്റർവ്യൂവിനെക്കാളും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. കാരണം അവർ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുക തന്നെയായിരുന്നു നല്ല. ഈ ഇന്റർവ്യൂവിനേക്കാളും നല്ലത്, അവർക്ക് ഗുണം ചെയ്യുന്നത് അത് തന്നെയായിരുന്നു. ഇതിപ്പോ അവർ ഇന്റർവ്യൂ കൊടുത്തിട്ട് സ്വയം കുഴിയിൽ ചാടിയ ഒരു അവസ്ഥയിലേക്കായി എന്ന് എനിക്ക് തോന്നുന്നത്. ആ അമ്മ കൊടുത്ത ഇന്റർവ്യൂ ഞാൻ കണ്ടു. അവരെയും ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം സുഖമില്ലാത്ത ഒരു മകളുള്ള ഒരമ്മ, അവരുടെ ആദി തീരില്ല അല്ലെ, മരിച്ചു കഴിഞ്ഞാലും തീരില്ല. ആ മകള് ജീവനോടെ ഇരിക്കുമ്പോൾ എങ്ങനെ താൻ മരിക്കും എന്നുള്ളൊരു ചിന്തയായിരിക്കും ആ അമ്മയെ ഇതാക്കുക. ഒരു ടീച്ചർ കൂടിയിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും തൻ്റെ കാലശേഷം തൻ്റെ മകളെ സംരക്ഷിക്കാനുള്ള ആളാണ് തൻ്റെ മകൻ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ജീവിക്കുന്ന ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്രായത്തിൽ തന്നെ മകൻ കുടുംബസ്ഥനായി എന്ന് പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവരെ തെറ്റു പറയാൻ കഴിയില്ല. കാരണം തൻ്റെ മകൾക്ക് സംരക്ഷകനാകേണ്ടവൻ ഒരു കുടുംബസ്ഥനായി അവൻ്റെ കാര്യം നോക്കിപ്പോയി എന്നുള്ളത് അവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും. ആ ദേഷ്യമായിരിക്കാം ഒരു പക്ഷേ അവർ ആ മരുമകൾ കാണിച്ചിട്ടുണ്ടാവുക. അല്ലാതെ പ്രേമിച്ച് കല്യാണം കഴിച്ചതൊന്നും ആയിരിക്കില്ല. അവരുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. അവരുടെ അവസ്ഥയിലേക്ക് വരുമ്പോഴേ ചില ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ. എന്ത് തന്നെയായാലും ആ മകളിപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിനും കുറേയൊക്കെ ന്യായം ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പൊ അവരുടെ മകൻ എങ്ങനെ അകാലത്തിൽ മരിച്ചു എന്നുള്ളത് അറിയാനുള്ള അവകാശമുണ്ട്. അതും ലക്ഷ്മി നിഷേധിക്കുന്നില്ല. അവർക്ക് അവകാശമുണ്ട്, അന്വേഷിക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ കലാപം സോബിയൊക്കെ പോലുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളിലെ സത്യാവസ്ഥ എന്താണെന്ന് കൂടി അന്വേഷിക്കണം. ഈ പെരിന്തൽമണ്ണയിൽ നടന്ന സ്വർണ്ണ കവർച്ചയുടെ ഭാഗമായിട്ട് അർജുനെ അറസ്റ്റ് ചെയ്തും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതിന് എന്തെങ്കിലും തിരിമറികളോ കള്ളക്കളികളോ ഒക്കെ ഉണ്ടോ ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ആവശ്യം ഉന്നയിക്കാമായിരുന്നു. കാരണം അല്ലാതെ CBIയും ക്രൈംബ്രാഞ്ചും ഒക്കെ അത് പിന്നെ ആക്സിഡന്റ് ആയി അവസാനിപ്പിച്ചതാണ്, എന്നിട്ട് വീണ്ടും വീണ്ടും ആളുകളിത് പരാതി കൊടുക്കുകയാണെന്നുള്ള തലത്തിലേക്കാണ് അവർ സംസാരിച്ചത്. അതല്ലാതെ ഇപ്പൊ അർജുൻ തീർച്ചയായിട്ടും ഒരു ക്രൈമിലും കൂടി പങ്കാളിയായ സ്ഥിതിക്ക് ഇതിൽ അർജുന്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്നൊന്ന് അന്വേഷിക്കണം എന്നുള്ളത് അവർക്ക് ആവശ്യം ഉന്നയിക്കാമായിരുന്നു.
അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെയും അമ്മയുടെയും മാത്രം ആവശ്യമായി മാറിയിരിക്കുകയാണ് മകൻ എങ്ങനെ മരിച്ചു എന്നുള്ളത്. കാരണം ഭാര്യയ്ക്ക് അതിൽ താല്പര്യമില്ല. ഭാര്യ പറയുന്നത് മരിച്ചു കഴിഞ്ഞു, ഇനി എന്താണ്, ഇനി ഒന്നും ശേഷിക്കുന്നില്ല, ഇനി എങ്ങനെ മരിച്ചാലും വേറൊരാളെ അതിൽ പങ്കാളിയാക്കിയിട്ട് അവരെ കൂടി ശിക്ഷിക്കണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ കാരണം വേറൊരാൾ കൂടി കുറ്റക്കാരനായിട്ടോ ശിക്ഷ അനുഭവിക്കാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് അവരുടെ ഭാഗത്തെ ന്യായം. ചിലപ്പോൾ അവർക്ക് അടുത്ത വേണ്ടപ്പെട്ട ആരെങ്കിലും ചിലപ്പോൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അതുകൂടി കാണേണ്ടി വരുമോ എന്നുള്ള ചിന്തയൊക്കെ അവരെ ഇതാക്കുന്നുണ്ടാവാം, പറയാൻ പറ്റില്ല. ഏത് തരത്തിലാണ് അവർ ചിന്തിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരാളെ തികച്ച് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇൻ്റർവ്യൂ വേണ്ടാത്തൊരു കാര്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയ. ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഒരു ആവശ്യമില്ലാത്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. കാരണം അതുകൊണ്ട് ഒരു ഗുണവും ചെയ്തില്ല, ദോഷമല്ലാതെ ഒരു ഗുണവും ചെയ്തില്ല. അവരുടെ വേദനകൾ അവരുടെ മാത്രം വേദനകളാണ്, അത് മറ്റുള്ളവരെ ഒരു തരത്തിലും ബാധിക്കില്ല. കാരണം ഇത് കാണുന്നവരെ പൊതുജനം പലവിധം എന്ന് പറയുന്നത് പോലെ ഇത് കാണുന്നവർക്ക് അവരുടെ മാനസികാവസ്ഥയോ അവരുടെ ശാരീരികാവസ്ഥയോ ഒന്നും തിരിച്ചറിയാൻ കഴിയണം എന്നില്ല. കുറ്റപ്പെടുത്തുന്നവർ ഈ ഒരു കാരണം വെച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ മൗനം തന്നെയായിരുന്നു നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്.